കൊല ചെയ്തവൻ കൊലയ്ക്ക് 6 മാസം മുമ്പ് മരിച്ചുപോയെന്ന് പറഞ്ഞാൽ ആർക്കാടോ വിശ്വസിക്കാൻ പറ്റുന്നേ? പക്ഷേ എന്തോ തമ്പിച്ചേ, എന്തോ പറയാൻ വന്നേ? എടോ റഷീദേ, താൻ ആ പടവും കണ്ണേ ഒന്ന് കാണട്ടെ. ആ ഫയലിംഗ് എടുത്തേ. ശരി സാർ. വേണ്ട തമ്പിച്ചേ, ഇതാ ഇരിക്കുന്നു മുതല്. കൊല്ലിപ്പാറ മുത്തു. സാർ എഴുന്നേറ്റെന്ന് പറഞ്ഞു. ജപവും പ്രാർത്ഥനയൊന്നും മുടക്കത്തില്ലല്ലയോ? ഞങ്ങൾ ഈ അച്ചായന്മാർക്ക് എന്തോന്ന് പ്രാർത്ഥനയാ സാറേ. കാലത്തെഴുന്നേറ്റ് കുറ്റി നാട്ടി പോലെ അങ്ങിരിക്കും. ഇരിക്കുന്നോടത്ത് വന്ന് കർത്താവ് രക്ഷിച്ചാലായി. അല്ലയോടോ റഷീദേ? കർത്താവ് മാത്രമല്ല, ഞങ്ങൾ പോലീസുകാരും ഇരിക്കുന്നിടത്ത് വന്നിരിക്കുക കാണാനായിട്ട്. മിസ്റ്റർ തമ്പി, പോലീസിന് നിങ്ങളുടെ സഹായം വളരെ ആവശ്യമാണിപ്പോൾ. ദാ ഈ ഫോട്ടോയിലെ ആളിനെ നിങ്ങൾ കണ്ടില്ലേ? ഇവനാണ് ഞങ്ങളുടെ ടാർഗറ്റ്. എന്തുവാടോ അയാളുടെ പേര്? വോൾട്ടർ മുത്തു. നെയ്വേലിക്കടുത്ത ജനനം. ബോൺ ക്രിമിനൽ. 1-2 പ്രാവശ്യം കേരള പോലീസിന്റെ വലയിൽ വീണിട്ടുണ്ട്. ആനക്കൊല്ലി ചെക്ക് പോസ്റ്റിനടുത്ത് വെച്ച പോലീസ് ആദ്യം അവനെ അറസ്റ്റ് ചെയ്യുന്നത്. മയക്കുമരുന്ന് കടത്തായിരുന്നു കേസ്. പാങ്ങപ്പാറ വഴി പൊള്ളാച്ചിക്ക് കിടക്കുന്നതിനിടയ്ക്ക് ഓർക്കാപ്പുറത്തായിരുന്നു പിടി വീണത്. പക്ഷേ 4 നാൾ തികയുന്നതിന് മുമ്പ് തമിഴ്നാട് പോലീസിന് കൈമാറേണ്ടി വന്നു. യെസ്, ഫോട്ടോ ഐഡന്റിഫൈ ചെയ്യുന്നതുവരെ കേസ് വളരെ സാധാരണമായിരുന്നു. എന്നുവെച്ചാൽ തീർത്തും നോർമലായ എവിഡൻസൊക്കെ വളരെ അപ്പാരൻ്റ് ആയിട്ടുള്ളൊരു കേസ്. എന്നാൽ കൂടുതൽ അറിയുമ്പോൾ ആ സാധാരണത്വത്തിന് ഇത്രയേറെ അപരിചിതത്വമുണ്ടെന്ന് പറയേണ്ടി വരുന്നു. അതെ തമ്പിച്ചേ, ഇവിടെ കുറ്റവാളി മൂടിവെക്കുന്നത് തെളിവുകളോ കുറ്റകൃത്യത്തിന്റെ വിശദാംശങ്ങളോ അല്ല, മറിച്ച് അതിവിദഗ്ധമായി അയാളെ തന്നെയാണ്. ചേടാ, ഇതെന്തോന്ന് പുതുക്കുവാന്ന് പറ. മൂടി വെക്കുന്നോ? അതിന് അവനെ പ്രതിയുള്ള സംശയങ്ങൾ സ്ഥിരീകരിക്കാൻ വേണ്ടത്ര തെളിവുകളുണ്ടോ നിങ്ങളുടെ കയ്യിൽ? വെറുതെ ഒരുത്തം വന്ന് ഭീഷണിപ്പെടുത്തിയെന്നും റേഞ്ച് ഓഫീസിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയെന്നും വെച്ച് കൊലയ്ക്ക് പിന്നിൽ അവനാണെന്ന് സംശയിക്കാൻ സ്റ്റാൻഡിംഗ് ആയിട്ട് മറ്റെന്തോ ആധാരം ഉള്ളത് നമ്മുടെ കയ്യിൽ? അവനല്ല കൊല ചെയ്തത് എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും എവിഡൻസ് ഇല്ല എന്നത് തന്നെയാണ് അങ്ങനെ ചിന്തിക്കുന്നതിനും സംശയിക്കുന്നതിനും കാരണം. പിന്നെ സ്റ്റാൻഡിംഗ് ആയ തെളിവ് അതുണ്ട് പോലീസിന്റെ കയ്യിൽ. തമിച്ചേ, ഫോറൻസിക് പ്രൊസീജിയേഴ്സ് അനുസരിച്ച് ലാബിൽ നിന്നുള്ള ഫൈൻഡിങ്സിൽ മൃതദേഹത്തിന്റെ വസ്ത്രത്തിൽ നിന്നും കണ്ടെടുത്ത ബ്ലഡ് സാമ്പിൾസിൽ അയാളുടേത് മാത്രമല്ല ഇവന്റെ ഗ്രൂപ്പുമായി മാച്ച് ചെയ്യുന്നതുകൊണ്ട്. അത് തന്നെയല്ല തമ്പിച്ചേ, പോലീസിനിപ്പോ തമ്പിച്ചായം പറയും പോലെ മുത്തു മരിച്ചുപോയെന്ന നിലപാടിൽ നിൽക്കാൻ പറ്റത്തില്ല. റേഞ്ചറുടെ ഭാര്യയും രാജേന്ദ്രനും മൊഴിയിൽ ഒരുപോലെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം അത്. അപ്പൊ പിന്നെ തമ്പിച്ചായ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഇനി അങ്ങനെയല്ല കാര്യങ്ങളെങ്കിലും മുത്തുവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇല്ലാതെ ഈ കേസ് പൂർണ്ണമാവില്ല. അതെങ്ങനെയാ ശരിയാവുന്നേ? ചത്തുപോയൻ എങ്ങനെയാ സാറേ വന്ന് തലക്കടിച്ച് കൊന്നേച്ചു പോന്നേ? ഷെടാ, ഇത് വല്ലാത്തൊരു കിണിയാന്നല്ലോ. റേഞ്ചറുടെ ഭാര്യയ്ക്ക് തെറ്റുപറ്റിയതാവാം എന്നതായിരുന്നു ഞങ്ങൾ ആദ്യത്തെ നിഗമനം. പക്ഷെ തമ്പി, അവർക്ക് തെറ്റുപറ്റിയിട്ടില്ല.
അല്ലേ സാറ് തമിഴ്നാട് പോലീസുമായിട്ട് വീണ്ടും സ്ഥിരീകരിച്ചല്ലയോ പിന്നെ മരണം? അപ്പൊ പിന്നെ ഇതെങ്ങനെ ശരിയാവും സാറേ? ഇതല്ല, ഒന്നും ശരിയാവത്തില്ല. അതൊക്കെ ശരിയാ തമ്പിച്ചേ, പക്ഷേ എവിടെയോ ഒരു തെറ്റ് പിണഞ്ഞിട്ടുണ്ട്. ട്രൂ മിസ്റ്റർ തമ്പി. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, രാജേന്ദ്രൻ്റെ മൊഴി ജെന്യൂനാണ്. അവൻ ഇവിടെ എവിടെയുണ്ട്, ആനക്കൊല്ലിക്ക് മുകളിൽ, ആനമലക്കാട്ടിൽ. ഐ ആം ഷുവർ. ഇപ്പോഴത്തെ സ്ഥിതിക്ക് ആനക്കൊല്ലിക്ക് മുകളിൽ പോലീസിന്റെ ഭാഗത്തുനിന്നൊരു എക്സ്പെഡിഷൻ ഇമ്പോസിബിൾ ആണ്. എടാ ഉവേ, അതിന് മരിച്ചു പോയ ഒരാളെ തേടി വയ്യാവേലിയെല്ലാം വലിച്ച് തലയിടണോ? കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേ. എന്ന് വെച്ചാൽ ചത്ത് പ്രേതമായോമെന്ന് ചേക്കേറുന്ന സ്ഥലമാണോ സാറേ ആനമലക്കാട്? സാറിന് നല്ലപോലെ അറിയാമല്ലാഞ്ഞിട്ടാ. ആനമല ഒരു ഡിഫറെൻറ്റ് വേൾഡാ, എക്സ്ട്രീംലി ഡിഫറെൻറ്റ്. അങ്ങ് കാട്ടി കയറിയാ ഈ ലോകം അങ്ങ് ഒത്തിരി ദൂരെയാ. എത്ര ദൂരെ ആയാലും അവനെ പൊക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്ത. തമ്പിയൊന്നും മനസ്സ് വെച്ചാൽ ഞങ്ങളെ സഹായിക്കാനാവും. സാർ, ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിരുത്തി കേക്ക്. സ്ഥിരീകരിക്കാത്തൊരു കാര്യത്തിന് വേണ്ടി ആനമലക്കാട് കയറി നിറങ്ങാന്ന് വെച്ചാ താക്കോല് പോയത് കടലിൽ പോയി നോക്കുന്ന പോലെ. പോരാഞ്ഞിട്ട് ലുക്ക് മിസ്റ്റർ തമ്പി, ഇതിൽ സ്ഥിരീകരണത്തിന്റെ പ്രശ്നമില്ല. എനിക്കുറപ്പുണ്ട് അവൻ ഈ കാടുകളിൽ എവിടെയുണ്ട്. അയ്യേ, ഈ സാറിനെന്താ മനസ്സിലാവാത്തേ? തമ്മിച്ചേ, പറയും പോലെ ഒഴിഞ്ഞേച്ച് പോകാൻ പറ്റത്തില്ല ഈ കുരുക്കിന്ന്. മുത്തു ഉണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് പോലീസിന്റെ ജോലിയാ. അവിടെ കയ്യും കെട്ടി നോക്കിക്കാൻ പറ്റുമോ? പക്ഷേ ആനമലക്കാടാ പ്രശ്നം. പിന്നെ നമുക്ക് എന്തോ തമ്പിച്ചാ ചെയ്യാനുള്ളത്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് ചോദിച്ചാൽ ആ ഫയൽ അങ്ങ് ക്ലോസ് ചെയ്യുക, എന്നുവെച്ച് സ്വസ്ഥമായിട്ടിരിക്കുക. തമ്പിച്ചായ എന്തോ ഈ പറയുന്നേ? എന്ന് വെച്ചാ കേസ് അന്വേഷണം ഡ്രോപ്പ് ചെയ്ത് ഫയൽ ക്ലോസ് ചെയ്യാൻ. ഞാൻ പറയുന്നൊന്ന് കേക്ക് തമ്പിച്ചായ. അതെ, ഫയൽ ക്ലോസ് ചെയ്യണോ വേണ്ട എന്നുള്ളത് പോലീസിന്റെ പ്രശ്നമാണ്. അതിൽ താൻ കയറി തീരുമാനം എടുക്കണ്ട. പിന്നെ സാർ എന്തുവാ പറയുന്നേ? ചത്തുപോയതിന്റെ പ്രേതത്തെ തേടി തമ്പി ഇറങ്ങണമെന്നോ? തമ്പിയുടെ കാര്യം തമ്പിക്ക് തീരുമാനിക്കാം. പക്ഷെ പോലീസിനെ കയറി പണി പഠിപ്പിക്കാൻ വരില്ലേ? ഏത് ആനമലക്കാട്ടിൽ കയറി പതുങ്ങിയാലും പൊക്കാനുള്ളവനെ ഈ മൂർത്തി പൊക്കിയിരിക്കും. അങ്ങോട്ട് ചെല്ല് സാറേ. ആനമലക്കാടേ കൊണ്ടാരിമൂല പോലെ ഇച്ചിരി പോരല്ലേ ഉള്ളൂ. സാറ് ചെല്ല്. തമ്പിച്ചാനിത് എന്തോ പറ്റി? എന്തുവാടാ പോയി? നീ വഴി തടയി വന്നോ? ഞാൻ വിടത്തില്ല തമ്പിച്ചാനെ. പറയുന്നതിന് ചെയ്യുന്നതിന് ഇല്ല ഒരു നെറി. സാറ് തൽക്കാലം പോണം. തൽക്കാലം പോണം. എന്നെ വിടാൻ. സാറ് പോണം. സാറ് പോണം. മാറ്. അഭ്യാസം വേണ്ട. ഇയാൾ വന്നേ. വരാൻ. സാറേ വിട്. ഞാൻ വരാനല്ലേ പറഞ്ഞു. മതിയായില്ലടോ തനിക്ക്. എനിക്ക് തമ്പിച്ചാനോട് ചോദിക്കണം. നിൽക്കേ. നമുക്ക് ചേർന്നതല്ലടോ ഈ പണി. കാണിച്ചു കൊടുക്കാവന് പോലീസുകാരാരാണെന്ന്. എന്നിട്ട് മതി ബാക്കി. വാ റഷീദ്. സോളമ, നീ നിച്ചാനോട് പറഞ്ഞേക്ക് റഷീദ് പോയെന്ന്. തമ്പിച്ചായ, റഷീദിന് ഈ മണ്ണി കാലുകുത്തത്തില്ല. യൂനിസ് കുഞ്ഞിന്റെ മോനായി പറയുന്നത്. തമ്പിച്ചായ, റഷീദിന് ഈ മണ്ണി കാലുകുത്തത്തില്ല. യൂനിസ് കുഞ്ഞിന്റെ മോനായി പറയുന്നത്. കോരച്ചായന്റെ കയ്യിലടിച്ച സത്യം ചെയ്തിട്ടുണ്ട്. രണ്ടിലൊരാളുടെ കണ്ണടച്ചിട്ട് പിരിയത്തുള്ളെന്ന് പറഞ്ഞേരെ സോളമ. അച്ചായന്റെ മനസ്സിൽ റഷീദ് മരിച്ചെന്ന് മനസ്സിലായെന്ന്. ഇനി ഈ പെരടത്തിൽ കാല് വെക്കണേ. റഷീദ് വേറെ നന്ദിക്കായിരിക്കണം. റഷീദ് കം ഓൺ. തോമാച്ചായ, ദേ അന്നമ്മച്ചായി.
ആഹാ കണ്ടിട്ട് എത്ര നാളായി അന്നമ്മച്ചായി? അല്ലേ അച്ഛനും ഉണ്ടല്ലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചു. ഈശോമിശായ്ക്ക് സ്തുതിയായിരുന്നാൽ തോമാച്ചൽ എന്തേലും മെച്ചമുണ്ടോ? അതെന്തു വച്ചോ കൊള്ളിച്ചൊരു ചാരല്. തോമാച്ചനെ ഇപ്പൊ പള്ളിയിലോട്ടൊന്നും കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചു പോയതാ. ഓ മതി എന്റെ അച്ചോ ഈ പള്ളിക്കാര്യം. ഇതിപ്പോ കുടുംബക്കാര്യമല്ലയോ, അതിനിടയിലാണോ ഒരു പള്ളിക്കാര്യം? നേരെ അന്നാമിച്ചേ പറയുന്നേ. പള്ളി വേറെ പട്ടക്കാരൻ വേറെ. അയ്യോ അന്നമ്മച്ചായി സൂക്ഷിക്കണേ, വന്നേ. എന്റെ ത്രേസ്യ കുഞ്ഞെ, ഈ പടി ഒരുപാട് ചവിട്ടി കയറിയതായി അന്നമ്മ. അന്നൊന്നും വീഴാത്ത ഒരു വീഴ്ച എന്തിനാടി ഇനിയിപ്പോ? ഈ അമ്മച്ചി എവിടെ ചെന്നാലും പഴംപുരാണം പറയും. ആഹാ. എടി കൊച്ചേ, ആ കഥയൊന്നും അത്രയ്ക്കങ്ങ് പഴകിയിട്ടൊന്നും ഇല്ലടി. ഒന്ന് ചകഞ്ഞ ഇന്നാളത്തെ അല്ലയോ അന്നാമിച്ചേ അതല്ല. ആ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ. വാച്ചോ. ആശാനെ വെട്ടിയിട്ടേക്കല്ലേ. ആ ഇത് മൂത്തതാ, അടുത്ത കൊല്ലം കൂടെ തട്ടിക്കോ. ഓ ആ ഇതങ്ങോട്ടിട്ടോ. ഓ അല്ലേ അച്ഛൻ എന്താ കേറാത്ത? പറമ്പയിലെ മരത്തിന്റെ കണക്കെടുക്കുക. അരികത്തെങ്ങാനും വല്ല തേക്കോ ആഞ്ഞിലിയോ മൂത്ത് നിൽക്കുന്നുണ്ടോന്നായിരിക്കും. പള്ളിയിലെ തട്ട് പുതുക്കി പണിയണമെന്ന് പറയുന്ന കേട്ട്. അയ്യോ ചതിച്ചോ കർത്താവേ. തോമാച്ചാ ഇങ്ങി വന്നേ. തോമാച്ചോ, പുതുപ്പറമ്പിലെ പെരയിടത്തിൽ നിൽക്കുന്ന ശോശാമി അല്ലയോടാ? ആനച്ചോ, മാസാമാസമുള്ള വരവാ. വല്ല തേങ്ങയടക്കോ മറ്റോ നമ്മളെടുത്താലോ? കണക്കിണ്ണി കൊണ്ടുപോകാനാ. അതിനെന്താടാ തോമാച്ച, അവരുടെ പെരയിടത്തിലെ അവർക്കുള്ളതല്ലയോ? അത് നോക്കി നടത്താനെ കൊണ്ട് അവരല്ലാതെ മറ്റാരാ? അയ്യോ, അത്രയ്ക്ക് സങ്കടമാണെങ്കിൽ അങ്ങോട്ട് ചെല്ലച്ചോ. പുതുപ്പറമ്പിലെ തേങ്ങാപ്പറക്കി വിട്ടിട്ട് വേണമല്ലോ ഇവിടെ തോമാച്ചായനും ത്രേസ്യാക്കുട്ടിക്കും കഴിയേ. പക്ഷേലേ അവിടെ കാര്യം അങ്ങനല്ല. പാറങ്ങോട്ട് ചന്തയില് കാളവണ്ടി വരുമ്പോ പുറകെ കൊട്ടയം കൊണ്ട് നടന്ന് ചാണകം പെറുക്കി വിറ്റിട്ടുണ്ട് അവിടെ കെട്ടിയാൻ. കോരച്ചായം കൂടെ കൂട്ടിയ പിന്നെ ആ രണ്ടും വയറ്റി പിടിച്ച് വല്ലതും തിന്നാൻ തുടങ്ങിയത്. കേട്ട നായ്ക്കള് വാലാട്ടിക്കൊണ്ട് കടിക്കുന്ന ഇനങ്ങളാ. എന്റെ അന്നാമോ, നീ ഒന്ന് പതുക്കെ പറ. അവിടെ നിന്ന് അവളെങ്ങാനും കേട്ടാ പിന്നെ അത് മതി വേറെ പൊല്ലാപ്പിന്. അച്ഛന് പേടിയാണെങ്കിലേ അകത്ത് പോയി ജപമാല പിടിച്ചോ. എനിക്ക് പുത്തങ്ങളെ ഒന്നും ഒരു പേടിയില്ല. കൊടുത്തിട്ടുണ്ടോ ആവശ്യം പോലെ. അവള് വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ കൊടുത്ത കൈക്ക് തന്നെ കടിച്ചു ആ മൂർഖൻ പാമ്പ്. വിട്ടേക്ക് യോശക്കുഞ്ഞെ. എന്താടി നോക്കി പഠിപ്പിക്കുന്നേ? ഈ അമ്മച്ചിക്ക് എന്താ? അവരവരുടെ കാര്യം നോക്കുന്നതിന് നമുക്കെന്താ അമ്മച്ചി? അമ്മച്ചി ഇങ്ങോട്ട് വന്നേ. വാ അമ്മച്ചി. ആ അതാ പറഞ്ഞത് അന്നാമോ, അവരെങ്ങനാന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കർത്താവ് തന്നൊരു അവസരമാണ്. നമ്മളത് വിളിച്ചു പറയുന്നത് ശരിയല്ല. കേട്ടിട്ടില്ലയോ, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്നാ പ്രമാണം. അയ്യോ, പക്ഷെ അച്ചോ, ഇടത്തൊരു കൈയുണ്ടെന്ന് വലത് കൈ അറിയുന്നത് നല്ലതാ അല്ലയോ അന്നാവച്ചായി? അതെ അച്ചോ, കൊടുത്തേച്ച് കണക്ക് പറയുന്നൊന്നുമല്ല. കൊടുത്താലേ കൊല്ലത്തും കിട്ടും. പക്ഷെ അത് എന്നായാലും വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. ആ അതങ്ങ് കളയ അന്നാവച്ചായി. കൊടുത്തേന്റെയും കളഞ്ഞതിന്റെ കണക്കൊക്കെ അങ്ങ് പോട്ടെ. മനുഷ്യത്വം എന്ന് പറഞ്ഞൊന്നില്ലയോ? ത്രേസ്യ കൊച്ചേ, ഇങ്ങനെയാണോടി കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങള്? വീട്ടിൽ വല്ലവരും വന്ന കുന്നായ്മയും പറഞ്ഞോണ്ടിരിക്കുകയാണോ വേണ്ടത്? അച്ചോ ദേണ്ട വരുന്നു. അന്നാമച്ചായിയെ കണ്ടപ്പോ അങ്ങ് നിന്നു പോയി. എത്ര കാലം കൂടിയിട്ടാ ഒന്ന് വരുന്നേ. അച്ഛൻ ഇപ്പൊ ഒന്നും വേണ്ടെന്നേ. ചായയും കാപ്പിയൊക്കെ കുടിച്ചേച്ചു ഇറങ്ങിയ മക്കള് പോയി വേഷമൊക്കെ ഒന്ന് മാറിയേച്ചു വാ. ആ അതേണ്ട അന്നാമോ, ഇണക്കവും പിണക്കവും പറഞ്ഞോണ്ടിരിക്കല്ലേ. കൊച്ചിനെയും വിട്ടേച്ച് നമുക്ക് പോകാനുള്ളതാ. ഇരുട്ടിയാ പിന്നെ ആനക്കൊല്ലിന്ന് മേപ്പോട്ടുള്ള റോഡേ യാത്രക്ക് കൊള്ളത്തില്ല. തോമാച്ചോ, തന്റെ കൂപ്പും തടിവെട്ടും ഒക്കെ എങ്ങനെ ഉണ്ടോ? ഓ ഒന്നും പോരാച്ചോ. പത്രത്തിൽ വായിച്ചില്ലയോ? ആ റേഞ്ചറെ കൊന്നതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുക. പോലീസുകാരി അങ്ങ് നിരങ്ങുക. ആ കേട്ടു കേട്ടു. പാതിരായ്ക്ക് ആരാണ്ട് കയറി തലക്കടിച്ചു കൊന്നതല്ലയോ? എന്റെ കർത്താവേ, എന്തുവാ പറയേണ്ടത്? ആ പിടി കൊണ്ടുപോകട്ടെ. സൂക്ഷിച്ചു വേണം കേട്ടാ, തട്ടി വീഴല്ലേ.
തേങ്ങയെല്ലാം പുതുക്കളത്തിലെ വീട്ടിൽ കൊണ്ടുപോയി ഇടണം. ഓ ഇടയ്ക്കിടയ്ക്ക് പണത്തിന് വരുന്നതല്ലാതെ തെങ്ങിന് മരുന്നും വളമൊന്നും ഇടത്തില്ലയോ? മൊത്തം പേടും കേടും ആന്നല്ലോ. ശോശക്കുഞ്ഞെ, കൃഷി ഓഫീസർ പറഞ്ഞ പോലെ എല്ലാം ചെയ്തയാ, പക്ഷെ ഒന്നും ഗുണപ്പെടുന്നില്ല. ഹാ, കൊണപ്പെടത്തില്ല കുശലപ്പാ. നോക്കിയും കണ്ടും നിന്നില്ലേ ഒന്നും കൊണപ്പെടത്തില്ല. ശോശാമ്മയുടെ കയ്യിലേ ഇതൊന്നും മാനത്തൊന്നും പെയ്തിറങ്ങിയതല്ല, അരിച്ചും എഴച്ചും ഉണ്ടാക്കിയതാ. അയ്യേ, എന്തുവാ ഇതെല്ലാം മണ്ടരിയാന്നല്ലോടാ. ചുമ്മാ അല്ല, ദൃഷ്ടിദോഷ. കൊണപ്പെടല്ലേന്നും പറഞ്ഞ് നോക്കിയിരിക്കല്ലേ അപ്പുറത്തെ നിങ്ങള്. പോരാഞ്ഞിട്ട് വലിയ നാത്തൂന്റെ വരവും ഉണ്ടേ, എന്തേലും കുറവുണ്ടെങ്കി അതങ്ങ് തീർത്തേച്ച് പോവാൻ. പറയുന്ന കേക്കുന്നോടോ? ഇയാളെന്തോ അപ്പുറത്തോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? അപ്പുറത്തെന്തോ പുലി ഇറങ്ങിയോ? ഇയാളെ ശോശാമ്മയുടെ പെരേടത്തിലാ നിക്കുന്നേ. ഇവിടെ വന്ന് ഒരു പുലിയും കരടിയും ഇയാളെ പിടിക്കത്തില്ല. പുതുപ്പറമ്പിലെ ശോശാമ്മയാ പറയുന്നേ. അയ്യോ ശോശക്കുഞ്ഞെ, എന്തുവാ? കാലേ, ഇതാരാടെ ഇവിടെ കൊണ്ടുവന്നിട്ടെ? എന്റെ കാല് പൊളന്നു പോയല്ലോ. കണ്ണുദോഷ, നോക്കുന്നിടം ദഹിച്ചു പോവും. എന്തോ പറയാനാ. താനേ ഒരു കരിഞ്ചുട്ടിക്കോലം ഈ തെങ്ങയിലോട്ട് വെച്ച് കെട്ട്. ശരി. അല്ലേലേ ഇതൊക്കെ അങ്ങ് കത്തിയും കരിഞ്ഞും പോവും. നീ ആരാടി കോനമ്പറമ്പത്തുകാരി? കരിഞ്ചുട്ടിക്കോലം കെട്ടേണ്ടത് നിന്റെ നാക്കത്താ. അന്നാമ്മയുടെ കണ്ണ് കണ്ടെടുത്ത് വിത്ത് മുളച്ചിട്ടേ ഉള്ളൂ. പിന്നെ പാറങ്ങാട്ട കണ്ട മൊത്തം മുളപ്പിച്ചിരിക്കല്ലയോ. ശോശാമ്മയുടെ പേരെടുത്ത് കയറി മുളപ്പിക്കാൻ ഞാൻ മതിയേ. നിർത്തടി എരണം കെട്ടവളെ. എവളെ ഇന്ന് ഞാൻ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കൊണ്ടെല്ലാം തീർത്തിട്ടേ ഉള്ളൂ. വാടി ചൊണയുണ്ടെങ്കി വാടി. തെങ്ങിന്റെ മുട്ടി പന്നിയെ കണക്ക് മണ്ണ് മണപ്പിച്ചോണ്ട് നിൽക്കാതെ വാടി ഇങ്ങോട്ട്. ഇന്നത്തെ കൊണ്ട് എല്ലാം തീരണം. ചോരയുടെ കണക്കെങ്കിൽ ചോരയുടെ കണക്ക്. ഒന്ന് നിർത്ത്. ചോരയുടെ കണക്കും വിളിയും തീർത്തിട്ട് ഈ തോമാച്ചാൻ പെട്ടി കിടക്കത്തുള്ളു. അല്ലെങ്കിൽ തോമാച്ചാൻ എന്തോ ഇതിനായി മീശയും വെച്ചോണ്ട് നടക്കുന്നേ. അന്നാമച്ച ഇങ്ങോട്ട് വാ. ഇവിടെ തോമാച്ച എനിക്ക് പറയണം. അവിടെ അപ്പന്റെ ഒരു മൂപ്പീര് അന്നാമ്മയുടെ ചങ്കിലടി നീ വെട്ടിയത് ഓർത്തോ? അതുപോലെ നിന്റെ ചങ്കം പൊളന്നേച്ച ഈ അന്നാമ്മ പോകത്തുള്ളൂ. എത്ര ഇരുട്ടി വെളുത്താലും മറക്കത്തില്ലടി. ഈ അന്നാമ്മയുടെ മനസ്സിൽ പോകത്തില്ല. എന്നാ പിന്നെ എല്ലാം തീർക്ക്. തമ്മി വെട്ടി തീർത്തന്റെ കണക്കിനാന്നേ. തമ്മി തന്നെ വെട്ടി തീർക്ക്. ആരെയും ബാക്കി വെച്ചേക്കണ്ട. കൈ പിടിച്ചു കൊടുക്കാനേ നിപ്പൊണ്ടൊരുത്തി. ഇതിനെ ഇട്ട് കണ്ണീര് കുടിപ്പിക്കല്ലേ. എന്റെ കർത്താവേ, എനിക്ക് വയ്യായേ. അന്നാമ്മോ, നീ എന്തോ ഭാവിച്ചുണ്ടാ? പൊന്നമ്മച്ചി, ശോശക്കുഞ്ഞ്, കരയാതെ. കഴിഞ്ഞു പോയൊക്കെ ഓർത്ത് കരഞ്ഞിട്ടെന്തുവാ? കഴിഞ്ഞു പോയൊക്കെ തിരിച്ചു വരുമോ കുശലപ്പ? എരന്നു എഴച്ചു ഉണ്ടാക്കുന്ന പോയ അത് പിന്നെ ഉണ്ടാക്കാം. മനുഷ്യര് പോയ പിന്നെ കിട്ടത്തില്ലല്ലോ.